എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ചെറിയ സൈസ് ഉള്ളി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഇട്ട വശം തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വഴണ്ട് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഉള്ളിയും മസാലയും കൂടെ നല്ലപോലെ യോജിച്ച് ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളവും വറ്റിയിട്ടുണ്ട്. നമ്മുടെ മസാല നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം വരണം. ആ വെള്ളത്തിൽ കിടന്ന് വേണം ചിക്കൻ നല്ലപോലെ കുക്കാവാനായിട്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് ചിക്കൻ നല്ലപോലെ കുക്കാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട് തക്കാളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വിനിഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചിക്കൻ മൂടി വെക്കണ്ട. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് വെച്ച് തന്നെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ നല്ല ഡ്രൈ ആയി വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്